അമരാവതിയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിരുന്നു. അവർക്കായി ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അമരാവതി തന്റെ വീട്ടിൽ തനിച്ച് താമസിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമരാവതിയുടെ അനിയത്തിയുടെ മക്കൾ വിപിനും രജോയും അവരെ കാണാൻ വരും. വിപിനും രജോയും ജയ്പൂരിലാണ് താമസിച്ചിരുന്നത്. അമ്മേ, ഇത്തവണ നമുക്ക് അമരാവതിയിലുള്ള വലിയമ്മയുടെ വീട്ടിൽ ദീപാവലി ആഘോഷിക്കാം. അതെ അമ്മേ, പാവം വല്യമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഒരുപാട് ബോറടിക്കില്ല അമ്മേ. അതുമല്ലാതെ ഞങ്ങൾ ഈ സ്ഥലത്ത് ഒരുപാട് ദീപാവലി കണ്ടിട്ടുണ്ട്. ഇത്തവണ ഗ്രാമത്തിലെ ദീപാവലി കാണണമെന്നുണ്ട്. ശരി, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ ഞാൻ റിസർവേഷൻ ചെയ്യാം. വിപിനും രജോയും ദീപാവലിക്ക് ഒരാഴ്ചക്ക് മുൻപ് തന്നെ വലിയമ്മയുടെ വീട്ടിലേക്ക് പോയി. മക്കളെ, കഴിക്കൂ. ഞാൻ നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി തൈര് വട ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയമ്മേ, എനിക്ക് മാച്ചസ് തരൂ. ഞാൻ പടക്കം പൊട്ടിക്കട്ടെ. പടക്കം വീടിനകത്തെ പൊട്ടിക്കൂ. വീടിന്റെ പുറത്തേക്ക് പോയൊന്നും പൊട്ടിക്കണ്ട. പിന്നെ ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, നിങ്ങൾക്ക് നാട്ടിലേതെങ്കിലും സ്ത്രീ പടക്കം തരാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വാങ്ങരുത്. അതെന്താ വല്യമ്മേ? ആരെങ്കിലും ഫ്രീ ആയി പടക്കം തരുമ്പോൾ ഞങ്ങളത് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? കാര്യം എന്താണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രേതത്തിന്റെ ഒരു ശാപമുണ്ട്. ആ പ്രേതത്തിന് മുന്നിൽ ആരെങ്കിലും പടക്കം പൊട്ടിച്ചാൽ ആ പ്രേതം അവരെ കൊണ്ടുപോകും. നാട്ടിൽ ഒരുപാട് കുട്ടികൾ കാണാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഉറങ്ങാൻ പൊക്കോളൂ. വിപിനും രജോയും അവരുടെ വലിയമ്മ പറഞ്ഞത് സീരിയസ് ആയി എടുത്തില്ല. വലിയമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? വലിയമ്മയ്ക്ക് അറിയില്ലേ ഞങ്ങൾ സിറ്റിയിലുള്ളവരാണെന്ന്? ഞങ്ങൾക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒരു വിശ്വാസവുമില്ല. വിപിനും രജോയും ഗ്രാമത്തിലുള്ള മറ്റു കുട്ടികളുമായി ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. ക്രിക്കറ്റ് കളിച്ച ശേഷം കുട്ടികൾ പടക്കവും പൊട്ടിച്ചു. ശരി കുട്ടികളെ, എല്ലാവരും വീട്ടിലേക്ക് പോകൂ. അയ്യോ, ഇപ്പോൾ ഇരുട്ടാകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. പടക്കം പൊട്ടിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും രാത്രിയിലല്ലേ? നിനക്കെന്താ ദീപാവലിക്ക് വരുന്ന പ്രേതത്തിനെ കുറിച്ച് അറിയില്ലേ? ഞങ്ങൾ അറിഞ്ഞു, പക്ഷെ അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഓഹോ, അപ്പോൾ വീടിന് വെളിയിൽ രാത്രി പടക്കം പൊട്ടിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ പറഞ്ഞ് എല്ലാ കുട്ടികളും അവരവരുടെ വീട്ടിലേക്കും പോയി. വിപിനും രജോയും മാത്രം വീട്ടിൽ പോകാതെ ഗ്രൗണ്ടിൽ തന്നെ നിന്നു. എനിക്ക് പേടിയാകുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇരുട്ടാവാനും തുടങ്ങി. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നിനക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോ, ഞാൻ കുറച്ചുനേരം കഴിഞ്ഞേ ഉള്ളൂ. രജോയും വീട്ടിലേക്ക് പോയി. ഇപ്പോൾ വിപിൻ മാത്രമാണ് ഗ്രൗണ്ടിലുള്ളത്. അവൻ 1 മണിക്കൂർ വരെ ആ ഇരുട്ടിൽ തന്നെ നിന്നു. എന്നാൽ അവൻ ആരെയും കണ്ടില്ല. വലിയമ്മ നമ്മളെ വെറുതെ പേടിപ്പിച്ചതാ. ഞാൻ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടേ വരൂ. എടാ മോനെ, പടക്കങ്ങൾ വാങ്ങിച്ചോ? പടക്കം എന്റെ അടുത്തേക്ക് വാ. നിനക്ക് ഒരുപാട് ശബ്ദം തരുന്ന പടക്കം ഇഷ്ടമല്ലേ? ഞാൻ നിനക്ക് തരാം. എന്റെ അടുത്തേക്ക് വാ, വന്ന് പടക്കം വാങ്ങിക്കേ. പ്രേതത്തിന്റെ ശബ്ദം കേട്ടതും വിപിൻ ആ പ്രേതത്തിന്റെ വശീകരണത്തിലായി. അവൻ ആ പ്രേതത്തിന് നേരെ നടന്നു. വാടാ നശിച്ചു പോയ ചെക്ക, എന്റെ അടുത്തേക്ക് വാ. ഞാൻ നിനക്ക് ഒരുപാട് ശബ്ദം വരുന്ന പടക്കം തരാം. നിങ്ങളെല്ലാവരും പടക്കം പൊട്ടിച്ചത് കൊണ്ട് എന്റെ കുഞ്ഞ് മരിച്ചുപോയി. എന്നെപ്പോലൊരു പാവപ്പെട്ടവളെ ആരും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ചെയ്ത പാവത്തിന് നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കാൻ പോകുന്നു. പ്രേതം വിപിന്റെ മുടിയിൽ പിടിച്ച് അവന്റെ തല നന്നായി കുലുക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് രജോയും അമരാവതിയും തീപ്പന്തവുമായി അവിടെ വന്നതും ആ പ്രേതം മാഞ്ഞുപോയി. വിപിൻ, വീടിന് പുറത്ത് പടക്കം പൊട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞങ്ങൾ ശരിയായ സമയത്ത് വന്നിരുന്നില്ലെങ്കിൽ ആ പ്രേതം നിന്നെ കൊണ്ടുപോയിട്ടുണ്ടാകും. വലിയമ്മേ, ആ പ്രേതം അവരുടെ ദാരിദ്ര്യത്തെ പറ്റിയും അവരുടെ മക്കളെ പറ്റിയുമാ പറഞ്ഞത്. എനിക്ക് ആ പ്രേതത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. ആദ്യം വീട്ടിൽ വന്ന് നീ ഭക്ഷണം കഴിക്കേ, പിന്നെ ആ പ്രേതത്തിന്റെ കഥ നിനക്ക് ഞാൻ വിശദീകരിക്കാം. 3 പേരും വീട്ടിൽ വന്ന് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ അമരാവതി വിപിനോടും രജോയോടും ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ രൂപ എന്നൊരു വിധവയുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞ് വെറും 6 മാസമുള്ളപ്പോൾ പാവം അവളുടെ ഭർത്താവ് മരിച്ചു. ദീപാവലി ദിവസം എല്ലാവരുടെ വീട്ടിലും ഭംഗിയായി വിളക്കൊക്കെ വെച്ചിരിക്കുമ്പോൾ
രൂപയുടെ വീട് മാത്രം വെളിച്ചമില്ലാതെ ഇരുട്ടായിരുന്നു. നാട്ടുകാരെല്ലാം പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്നു. ആരോ വലിയ ദീപാവലി ബോംബ് അവളുടെ വീടിനകത്തേക്കിട്ടു. അതുകൊണ്ട് രൂപയുടെ മകന് ചെവി കേൾക്കാതായി. രൂപ സഹായം ചോദിച്ച് നാട്ടിലെ ഡോക്ടറെ അടുത്ത് ചെന്നു. പക്ഷെ രൂപയ്ക്ക് ഡോക്ടർ ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ അവളുടെ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞു. അതും പോരാതെ ആരോ രൂപയുടെ കുടിലിലേക്ക് റോക്കറ്റ് വിട്ടു. അവളുടെ കുടിൽ കത്തി നശിച്ചു. രൂപയുടെ മകൻ ആ തീയിൽ മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചതിനു ശേഷം രൂപയും ആത്മഹത്യ ചെയ്തു. പിന്നെ അവൾ പ്രേതമായി മാറി. ഇപ്പൊ അവൾ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. എനിക്കെല്ലാം മനസ്സിലായി വല്യമ്മേ. ദൈവകാരുണ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ല, ഇപ്പോഴാ ശ്രദ്ധിക്കേണ്ടത്. എന്തെന്നാൽ നീ പ്രേതത്തിനടുത്ത് പെട്ടു. ആ പ്രേതം ആരെങ്കിലും കണ്ടാൽ അവരെ കൊല്ലാതെ വിടില്ല. നിന്നെക്കുറിച്ചോർത്ത് എനിക്ക് പേടിയാകുന്നു. വിപിനെ അന്വേഷിച്ച് ആ പ്രേതം ദിവസവും ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എവിടെ ഒളിച്ചിരിക്കാനടാ ചെക്ക? പുറത്തേക്ക് വാ. നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. നിനക്ക് പടക്കം പൊട്ടിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഇപ്പൊ തന്നെ നിന്റെ കാലിൽ തീ വെക്കാം. പിന്നെ നോക്ക് എങ്ങനെ നീ റോക്കറ്റ് പോലെ ആകാശത്തേക്ക് പറക്കുന്നു എന്ന്. പ്രേതം വരുമ്പോഴൊക്കെ വിപിൻ വാതിലുമടച്ച് പേടിച്ച് പുതപ്പും പുതച്ച് കിടക്കുമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടേക്ക് പോകുന്നീ? നിന്റെ കഴുത്ത് ഞാൻ വെട്ടിയേ തീരൂ. പ്രേതം ദിവസവും ഇങ്ങനെ ഗ്രാമത്തിൽ വരുന്നതിൽ ജനങ്ങളും ഒരുപാട് പേടിച്ചിരുന്നു. ഗ്രാമജനങ്ങൾ അമരാവതിയോട് വന്ന് ഇങ്ങനെ പറഞ്ഞു: ഈ കുട്ടികൾ കാരണം വീണ്ടും നമ്മുടെ ഗ്രാമത്തിന് പ്രശ്നം വന്നിരിക്കുന്നു. ആദ്യം ഇവരെ രണ്ടുപേരെയും സിറ്റിയിലേക്ക് പറഞ്ഞുവിട്. ഈ പ്രശ്നത്തിനത് പരിഹാരമല്ല. എന്തെന്നാൽ ഈ പ്രേതം അവരെ അവിടെയും പിന്തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ആ പ്രേതത്തിൽ നിന്ന് മുക്തി കിട്ടില്ല. അത് കഴിഞ്ഞ് ആ പ്രേതം വേറൊരു കുഞ്ഞിനെയും പിടിക്കാം. നമ്മൾ എല്ലാരും ചേർന്ന് എങ്ങനെയുള്ള പ്ലാൻ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ആ പ്രേതം നമ്മളെ നിരന്തരമായി വിട്ടിട്ട് പോകണം. ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരുപാട് ശക്തിയുള്ള ഒരു മന്ത്രവാദിയെ ഞാൻ കണ്ടു. ഒരുപക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ ഉറപ്പായും നമ്മുടെ പ്രശ്നത്തിന് അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി തരും. ശരി, നിങ്ങൾ ആ സ്ഥലത്തേക്ക് ചെന്ന് മന്ത്രവാദിയെ കൊണ്ടുവരൂ. ആ മന്ത്രവാദിക്ക് എത്ര ചിലവായാലും നമ്മൾ എല്ലാവരും ചേർന്ന് അത് കൊടുക്കാം. ശരി, ഇത് കൂടി പറയൂ. ആ മന്ത്രവാദിയുടെ പേരെന്താ? മന്ത്രവാദിയുടെ പേര് ഹൽവാ സിംഗ്. എന്തോ ഹൽവ വിൽക്കുന്നവന്റെ പേര് പോലുണ്ട്. ഹൽവാ സിംഗ് മന്ത്രവാദിയെ വിളിച്ചു വരുത്തി. ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ എല്ലാം മനസ്സിലാക്കിയെടുത്തു. നമുക്ക് ശക്തിയുള്ള ഒരു റോക്കറ്റിലൂടെ ഉറപ്പായും ആ പ്രേതത്തെ നശിപ്പിക്കാൻ കഴിയും. ഓമെന്നെഴുതിയ ഒരു റോക്കറ്റ് ആ പ്രേതത്തിന്റെ ശരീരത്തിൽ കയറ്റിയാൽ ആ പ്രേതം അവിടെ തന്നെ കത്തിച്ചാരമാകും. ഗ്രാമജനങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പവർഫുൾ റോക്കറ്റ് നിർമ്മിച്ചു. അതിൽ വലുതായി ഓം എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ റോക്കറ്റ് അമരാവതിയുടെ വീടിന്റെ ടെറസിലും ഫിറ്റ് ചെയ്തു. ഒരു രാത്രി പ്രേതം അവിടെ വന്നപ്പോൾ മന്ത്രവാദി ആ റോക്കറ്റിന് തീയും കൊളുത്തി. അത് നേരെ പോയി ആ പ്രേതത്തിന്റെ വയറ്റിലും കുത്തി. അങ്ങനെ ആ പ്രേതം നശിച്ചു പോവുകയും ചെയ്തു. ജനങ്ങളെ, ഒരു വഴിയായി ആ പ്രേതം ചത്തുപോയി. പക്ഷേ നമ്മളും ഇതുപോലത്തെ പ്രേതങ്ങൾ വീണ്ടും വരാത്ത പോലെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ സന്തോഷത്തിൽ പെട്ടുപോയി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മറക്കാനേ പാടില്ല. വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പാവപ്പെട്ടവരോടൊപ്പവും നമ്മുടെ സന്തോഷം പങ്കിടണം.